വൺ ടീം സൊല്യൂഷൻസ് പ്രൊവൈഡ് ചെയ്യുന്ന സൈബർ സെക്യൂരിറ്റി ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് മുതൽ നമ്മളൊരു പുതിയ കോഴ്സ് ആരംഭിക്കുകയാണ്, സൈബർ സെക്യൂരിറ്റി. അതിൻ്റെ ഭാഗമായുള്ള ആദ്യത്തെ ക്ലാസ് ആണ് ഇന്ന് നമ്മൾ എടുക്കുന്നത് ഇൻട്രൊഡക്ഷൻ ടു സൈബർ സെക്യൂരിറ്റി. ഇന്നേ ദിവസം നമ്മൾ മനസ്സിലാക്കുന്നത്, ഈ ഒരു ക്ലാസ്സിലൂടെ നമ്മൾ മനസ്സിലാക്കുന്നത് എന്താണ് സൈബർ സെക്യൂരിറ്റി, എന്തിനാണ് നമ്മൾ സൈബർ സെക്യൂരിറ്റി യൂസ് ചെയ്യുന്നത്, ആരാണ് ഹാക്കർ, എത്തിക്കൽ ഹാക്കർ ആരാണ്, പെനട്രേഷൻ ടെസ്റ്റർ ആരാണ്, എങ്ങനെയാണ് ഹാക്കേഴ്സ് നമ്മുടെ സിസ്റ്റം അല്ലെങ്കിൽ നമ്മുടെ ഡാറ്റാസുകളെ ഹാക്ക് ചെയ്യുന്നത് എന്നീ കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു ക്ലാസ്സിൽ മനസ്സിലാക്കുന്നത്. ഓക്കെ, സൈബർ സെക്യൂരിറ്റിയിലേക്ക് നമ്മൾ കടക്കുന്നതിന് മുന്നേ നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ട ഒരു ടേമാണ് ഇൻഫർമേഷൻ സെക്യൂരിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, ഈ ഇൻഫർമേഷൻ സെക്യൂരിറ്റിയുടെ സബ്സെറ്റ് ആണ് സൈബർ സെക്യൂരിറ്റി. അപ്പോൾ നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഇൻഫർമേഷൻ സെക്യൂരിറ്റി എന്നുള്ളതാണ്. ഒരു എക്സാമ്പിൾ വഴി നമുക്കിത് മനസ്സിലാക്കാം. സപ്പോസ് നിങ്ങൾ വിചാരിക്കാം, നമ്മൾ ഒരു ക്ലാസ് റൂമിലാണ്, ടീച്ചർ ഡെയിലി നമ്മൾ അറ്റൻഡൻസ് വിളിക്കാറുണ്ട്. ആ അറ്റൻഡൻസുകളെല്ലാം കീപ്പ് ചെയ്യുന്നത് ഒരു രജിസ്റ്റർ ബുക്കിലാണ്. ഒരു ദിവസം ടീച്ചർ ആ രജിസ്റ്റർ ബുക്ക് എടുക്കാൻ മറന്നു. നമുക്കറിയാലോ, രജിസ്റ്റർ ബുക്കിൻ്റെ ഉള്ളിൽ, അറ്റൻഡൻസ് ബുക്കിൻ്റെ ഉള്ളിലായിരിക്കും നമ്മളുടെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ്, നമ്മളുടെ എക്സാം മാർക്കുകൾ അതിലുണ്ടാകും. നമ്മളുടെ പ്രസന്റും ആബ്സെന്റും ഒക്കെ മാർക്ക് ചെയ്യുന്നത് ആ ഒരു അറ്റൻഡൻസ് ബുക്കിലാണ്. ഒരു ദിവസം ക്ലാസ്സിൽ നിന്ന് ടീച്ചർ ആ ബുക്ക് എടുക്കാൻ മറന്നുപോയി, അറ്റൻഡൻസ് ബുക്ക് എടുക്കാൻ മറന്നുപോയി. അവിടെ വെച്ചിട്ട് പോയി കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക? നമ്മളെല്ലാവരും അതെടുത്തിട്ട് ഒന്ന് വായിച്ചു നോക്കിയെങ്കിലും ചെയ്യും. ഓക്കെ, ചില ബിരുദന്മാർ എന്ത് ചെയ്യും? അതിലുള്ള ഡാറ്റാസുകൾ എഡിറ്റ് ചെയ്യാൻ നോക്കും. ചില ആബ്സെന്റ് ഉള്ളതൊക്കെ പ്രസന്റ് ആക്കാനോ മാർക്കുകളിൽ മാറ്റം വരുത്താനോ ഒക്കെ ശ്രമിക്കും. ഓക്കെ, അപ്പൊ ടീച്ചർ അതവിടെ മറന്നു വെച്ച് പോയത് കൊണ്ടാണ് ഇത്രയും കാര്യങ്ങൾ അവിടെ നടക്കുന്നത്. എന്നാൽ ഇതേ പുസ്തകം ടീച്ചർ എടുത്തു കൊണ്ടുപോയിരുന്നുവെങ്കിൽ, അതൊരു സേഫ് ആയ ഒരു ലോക്കിൽ സൂക്ഷിച്ചു വെച്ചിരുന്നുവെങ്കിൽ ആ ഡാറ്റാസുകളെല്ലാം, അതിൻ്റെ ഉള്ളിലുള്ള ഡാറ്റാസുകളിലൊന്നും ഒരു മാറ്റവും വരില്ല, അത് സേഫ് ആകുമായിരുന്നു. ഓക്കെ, ഇത് തന്നെയാണ് ഒരർത്ഥത്തിൽ ഇൻഫർമേഷൻ സെക്യൂരിറ്റി എന്ന് പറയുന്നത്. ഇൻഫർമേഷൻ അല്ലെങ്കിൽ ഡാറ്റാസുകളെ നമ്മൾ പ്രൊട്ടക്ട് ചെയ്യാൻ എടുക്കുന്ന പ്രാക്ടീസിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഇൻഫർമേഷൻ സെക്യൂരിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, ആ അറ്റൻഡൻസ് ബുക്കിലുള്ള ഒരുപാട് ഡാറ്റകൾ ഉണ്ടായിരുന്നു. സ്റ്റുഡൻസിന്റെ ഡീറ്റെയിൽസ് ഉണ്ടായിരുന്നു, ആബ്സെന്റോ പ്രസന്റോ എന്നുള്ള കാര്യങ്ങൾ ഉണ്ടായിരുന്നു, മാർക്കുകൾ ഉണ്ടായിരുന്നു, ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ അതിൻ്റെ ഉള്ളിൽ ഉണ്ടായിരുന്നു. അത് ടീച്ചറാണ് അതിന്റെ റെസ്പോൺസിബിൾ പേഴ്സൺ. അതിൽ മാറ്റങ്ങൾ എന്തെങ്കിലും വരുത്തണം എന്നുണ്ടെങ്കിൽ അത് ആ ക്ലാസ് ടീച്ചർക്കാണ് പെർമിഷൻ ഉള്ളത്. മറ്റാർക്കും അതിൽ എഡിറ്റ് ചെയ്യാനോ അത് റീഡ് ചെയ്യാനോ ഉള്ള പെർമിഷൻസ് ഇല്ല. ടീച്ചറും അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ഹെഡ് മാസ്റ്റർ അങ്ങനെയുള്ളവർക്കൊക്കെയാണ് അതിനുള്ള പ്രിവിലേജ്. ബാക്കി സ്റ്റുഡൻസിൽ അതിലേക്ക് ഒരിക്കലും ആക്സസ് ഇല്ല. അങ്ങനെ ആരെങ്കിലും അതിലേക്ക് ആക്സസ് എടുക്കുക അല്ലെങ്കിൽ അത് റീഡ് ചെയ്യുക, ഇതിൽ നിന്നൊക്കെ നമ്മൾ ആ ഒരു രജിസ്റ്റർ ബുക്കിനെ പ്രൊട്ടക്ട് ചെയ്യുന്ന അതേ രീതി തന്നെയാണ് നമ്മൾ ഇൻഫർമേഷൻ സെക്യൂരിറ്റി എന്ന് പറയുന്നത്. അപ്പൊ ഡാറ്റാസുകളെ പ്രൊട്ടക്ട് ചെയ്യാൻ നമ്മൾ എടുക്കുന്ന മുൻകരുതലുകളെയും പ്രാക്ടീസിനെയുമാണ് നമ്മൾ എന്ത് പറയുന്നത്? ഇൻഫർമേഷൻ സെക്യൂരിറ്റി എന്ന് പറയുന്നത്. അത് ഏത് ഫോമിലും ആയിക്കോട്ടെ, ഈ ഇൻഫർമേഷൻ സെക്യൂരിറ്റി നമുക്ക് ഫിസിക്കലുള്ള ഡാറ്റകളായിരിക്കാം അല്ലെങ്കിൽ സൈബർ ഡാറ്റകളായിരിക്കാം, ഏതോ ആയിക്കോട്ടെ. ഇപ്പൊ നമ്മൾ ഈ പറയുന്ന അറ്റൻഡൻസ് ബുക്ക് കീപ്പ് ചെയ്യുന്നതും എന്ത് തന്നെയാണ്? ഇൻഫർമേഷൻ സെക്യൂരിറ്റി തന്നെയാണ്. ഓക്കെ, അത് സൈബറുമായിട്ട് ബന്ധമില്ല. ഏത് തരം ഡാറ്റാസുകളെയും പ്രൊട്ടക്ട് ചെയ്യുക, അതിനുവേണ്ടി നമ്മൾ എടുക്കുന്ന മുൻകരുതലുകളെയും പ്രാക്ടീസുകളെയും നമ്മൾ എന്ത് പറയുന്നത്? ഇൻഫർമേഷൻ സെക്യൂരിറ്റി എന്ന് പറയുന്നത്. ഇനി എപ്പോഴാണ് ഒരു ഡാറ്റയ്ക്ക് നമ്മൾ പ്രൊട്ടക്ഷൻ കൊടുക്കേണ്ടത്? അത് നമ്മളിവിടെ കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. അതിനെയാണ് നമ്മൾ CIA ട്രയാഡ് അല്ലെങ്കിൽ AIC ട്രയാഡ് എന്ന് പറയുന്നത്. എപ്പോഴാണ് നമ്മൾ സൈബർ സെക്യൂരിറ്റി, ഇൻഫർമേഷൻ സെക്യൂരിറ്റി, ഒരു ഡാറ്റയ്ക്ക് നമ്മൾ എപ്പോഴാണ് സെക്യൂരിറ്റി കൊടുക്കേണ്ടത്? അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? CIA ട്രയാഡ് എന്ന് പറയുന്നത്. ഓക്കെ, എപ്പോഴാണ് നമ്മൾ ഒരു ഡാറ്റയ്ക്ക് പ്രൊട്ടക്ഷൻ കൊടുക്കേണ്ടത്? അതാണ് കോൺഫിഡൻഷ്യാലിറ്റി, ഇന്റഗ്രിറ്റി, അവൈലബിലിറ്റി. ഓക്കെ, ഈ CIA ട്രയാഡിന് നമ്മൾ AIC, CIA എന്ന് പറയുന്നത് അമേരിക്കയിൽ മറ്റൊരു ഏജൻസിയെ കൂടി അങ്ങനെ പറയുന്നതുകൊണ്ട് ഇതിന് മറ്റൊരു പേരുണ്ട്, AIC ട്രയാഡ് എന്നും പറയും. ഓക്കെ, അപ്പം അവൈലബിലിറ്റി, ഇന്റഗ്രിറ്റി, കോൺഫിഡൻഷ്യാലിറ്റി, ഇതാണ് നമ്മൾ CIA ട്രയാഡ് എന്ന് പറയുന്നത്. എന്താണ് അവൈലബിലിറ്റി? അവൈലബിലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഡാറ്റ അത് നമ്മൾ പെർമിറ്റ് ചെയ്തിരിക്കുന്ന ആൾക്ക് അത് ആക്സസ് ചെയ്യാൻ പറ്റണം. ഓക്കെ, അത് അങ്ങനെ പറ്റുന്നില്ലെങ്കിൽ അവിടെ അവൈലബിലിറ്റി ഇഷ്യൂ ആണ് എന്നാണ് അർത്ഥം. മനസ്സിലാക്കി തരാം. നമ്മളെല്ലാവരും ഫേസ്ബുക്ക് യൂസ് ചെയ്യുന്നതാണ് അല്ലെങ്കിൽ ഇൻസ്റ്റഗ്രാം യൂസ് ചെയ്യുന്നതാണ്. ഒരു ദിവസം നമ്മൾ യൂസർ നെയിമും പാസ്വേഡും കൊടുത്ത് ലോഗിൻ ചെയ്ത സമയത്ത് നമുക്ക് ലോഗിൻ ആകുന്നില്ല. നമ്മൾ കറക്റ്റ് യൂസർ നെയിം കൊടുത്തു, കറക്റ്റ് പാസ്വേഡ് കൊടുത്തു, പക്ഷെ ലോഗിൻ ആകുന്നില്ല. ഓക്കെ, അവിടെ അവൈലബിലിറ്റി ഇഷ്യൂ വന്നു. അപ്പൊ അവിടെ എന്തിന്റെ ആവശ്യകതയുണ്ട്? ഇൻഫർമേഷൻ സെക്യൂരിറ്റിയുടെ ആവശ്യകതയുണ്ട്. ഓക്കെ, അപ്പൊ ഇൻഫർമേഷൻ സെക്യൂരിറ്റി എവിടെ ഇംപ്ലിമെന്റ് ചെയ്യണം എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്.
അപ്പം അവൈലബിലിറ്റി ബ്രീച്ച് ആവുന്നു, അല്ലെങ്കിൽ അവൈലബിലിറ്റി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നില്ല, കിട്ടുന്നില്ല. അപ്പൊ അങ്ങനെയുള്ള സിറ്റുവേഷനുകളിൽ നമുക്ക് ഇൻഫർമേഷൻ സെക്യൂരിറ്റി ആവശ്യകതയുണ്ട്. ഓക്കെ. അതേപോലെ തന്നെ നമ്മുടെ സിസ്റ്റം നമ്മൾ യൂസർ ലോഗിൻ ചെയ്യാൻ നോക്കുമ്പോൾ ലോഗിൻ ആവുന്നില്ല, സിസ്റ്റം ഓപ്പൺ ആകുന്നില്ല. ഓക്കെ, നമുക്ക് നേരത്തെ പറഞ്ഞ അറ്റൻഡൻസ് ബുക്ക് നമുക്ക് ഓപ്പൺ ചെയ്യാൻ പറ്റുന്നില്ല. അങ്ങനെയുള്ള സിറ്റുവേഷൻ ആക്സസിബിൾ ആയ പേഴ്സൺസിന് അത് കിട്ടുന്നില്ല എങ്കിൽ അവിടെ ഇൻഫർമേഷൻ സെക്യൂരിറ്റിയുടെ ആവശ്യകതയുണ്ട്. അപ്പൊ എന്റെ കമ്പനിയിൽ അങ്ങനെ ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ അവിടെ ഞാൻ എന്ത് ചെയ്യണം, അവിടെ ഇൻഫർമേഷൻ സെക്യൂരിറ്റി ഇംപ്ലിമെന്റ് ചെയ്യണം. അടുത്ത ഒരു ടേമാണ് ഇന്റഗ്രിറ്റി. ഇന്റഗ്രിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നമ്മൾ എൻഷുർ ചെയ്യണം. ഇന്റഗ്രിറ്റി എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു തരത്തിലും നമ്മുടെ ഡാറ്റയിൽ മാറ്റം വരുന്നില്ല, ചേഞ്ച് വരുന്നില്ല എന്ന് നമ്മൾ എൻഷുർ ചെയ്യുന്നതിനെയാണ് ഇന്റഗ്രിറ്റി എന്ന് പറയുന്നത്. ഒരു തരത്തിലും നമ്മൾ അയക്കുന്നയോ അല്ലെങ്കിൽ നമ്മൾ റിസീവ് ചെയ്യുന്നോ അല്ലെങ്കിൽ നമ്മൾ സ്റ്റോർ ചെയ്തിരിക്കുന്ന ഡാറ്റയിൽ മറ്റൊരാളും മാറ്റം വരുത്തുന്നില്ല എന്ന് എൻഷുർ ചെയ്യുന്നതിനെയാണ് നമ്മൾ എന്ത് പറയാം, ഇന്റഗ്രിറ്റി എന്ന് പറയും. ഞാൻ നിങ്ങൾക്ക് ഒരാൾക്ക് അയക്കുന്ന മെസ്സേജ് അത് വേറൊരാൾ ഇടയിൽ നിന്നിട്ട് എന്ത് ചെയ്യുന്നു, ആ മെസ്സേജ് മാറ്റുന്നു, ചേഞ്ച് ചെയ്ത് അയക്കുന്നു. ഓക്കെ, അപ്പൊ അങ്ങനെ ചേഞ്ച് ചെയ്ത് മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ പിന്നെ ഞാൻ അയച്ച മെസ്സേജ് മറ്റൊരാൾ ഇടയ്ക്ക് കയറി മാറ്റുന്നു, അതിനി റിസീവറിൽ എത്തുമ്പോൾ എന്താണ്, ആ ഇടയ്ക്ക് മാറ്റിയ മെസ്സേജ് ആണ് അങ്ങോട്ട് എത്തുന്നത്. അപ്പൊ അവിടെ എന്ത് നടന്നു, ഡാറ്റ ഇന്റഗ്രിറ്റി ലോസ് ആയി, ഇന്റഗ്രിറ്റി നഷ്ടപ്പെട്ടു. അപ്പൊ ഇങ്ങനെയുള്ള സിറ്റുവേഷനുകളിൽ നമുക്ക് എന്തിന്റെ ആവശ്യകതയുണ്ട്, ഒരു ഇൻഫർമേഷൻ സെക്യൂരിറ്റി ഇംപ്ലിമെന്റ് ചെയ്യണം. അപ്പൊ എന്റെ കമ്പനിയിൽ ഞാൻ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന ഡാറ്റാസുകൾ, ഞാൻ അയക്കുന്ന മെയിലുകൾ, ഓക്കെ, ഞാൻ അയക്കുന്ന പാക്കറ്റുകൾ, ഇതൊന്നും ഞാൻ അയക്കുന്ന രീതിയിലല്ല റിസീവറിൽ എത്തുന്നത്, ടാർഗറ്റിലേക്ക് എത്തുന്നത് എന്നെനിക്ക് തോന്നുകയാണെങ്കിൽ ഓക്കെ, അപ്പൊ ഞാൻ എന്ത് ഇംപ്ലിമെന്റ് ചെയ്യണം, ഇൻഫർമേഷൻ സെക്യൂരിറ്റി എന്റെ കമ്പനിയിൽ ഇംപ്ലിമെന്റ് ചെയ്യണം. അടുത്തൊരു ടേമാണ് കോൺഫിഡൻഷ്യാലിറ്റി. കോൺഫിഡൻഷ്യാലിറ്റി, നമ്മൾ രണ്ടുപേര് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന ഒരു കാര്യം മറ്റൊരാൾക്ക് മനസ്സിലാകുന്നുണ്ട്. ഓക്കെ, നമ്മൾ വാട്സപ്പ് വഴി കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന ഒരു ചാറ്റ്, ഓക്കെ, അല്ലെങ്കിൽ ഞാൻ അയക്കുന്ന മെയിൽ അത് മറ്റൊരാൾക്ക് കൂടി റീഡ് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഓക്കെ, അതാണ് കോൺഫിഡൻഷ്യാലിറ്റി ലോസ് ആവുക എന്ന് പറയുന്നത്. കോൺഫിഡൻഷ്യാലിറ്റി പോയി. അപ്പൊ അതിൽ എനിക്കൊരു സംശയമുണ്ട്, ഞാനും വേറൊരാളും തമ്മിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന ഒരു കാര്യം മറ്റൊരാൾക്ക് മനസ്സിലാവുന്നുണ്ട് എന്ന് എനിക്ക് തോന്നുകയാണെങ്കിൽ അതിൽ നിന്ന് ഞാൻ മനസ്സിലാക്കണം കോൺഫിഡൻഷ്യാലിറ്റി ലോസ് ആയി, അവിടെ ഞാൻ എന്ത് ഇംപ്ലിമെന്റ് ചെയ്യണം, ഇൻഫർമേഷൻ സെക്യൂരിറ്റി ഇംപ്ലിമെന്റ് ചെയ്യണം എന്നുള്ള കാര്യം മനസ്സിലാക്കണം. ഇതിൽ നിന്നാണ് CIA ട്രയാഡിൽ നിന്നാണ് നമ്മൾ മനസ്സിലാക്കിയെടുക്കുന്നത് എപ്പോഴാണ് നമ്മൾ ഇൻഫർമേഷൻ സെക്യൂരിറ്റി നമ്മൾ ഇംപ്ലിമെന്റ് ചെയ്യേണ്ടത് എന്ന് മനസ്സിലാക്കുന്നത് ഈ CIA ട്രയാഡ് അല്ലെങ്കിൽ AIC ട്രയാഡിൽ നിന്നാണ്. ഓക്കെ, അപ്പോൾ ഒരു ഓർഗനൈസേഷൻസിൽ ഈ പറയുന്ന ഒരു ട്രയാഡ് അവർ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ടാകും. ഇതിൽ നിന്ന് അവർ മനസ്സിലാക്കും എവിടെയാണ് കൂടുതൽ ഇൻഫർമേഷൻ സെക്യൂരിറ്റി ഇംപ്ലിമെന്റ് ചെയ്യേണ്ടത്, അതിൽ എന്തൊക്കെ മെത്തേഡുകളാണ് ഞങ്ങൾ അതിനു വേണ്ടി ചെയ്യേണ്ടത്, അവൈലബിലിറ്റി മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം, ഇന്റഗ്രിറ്റി മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഞങ്ങൾ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം, കോൺഫിഡൻഷ്യാലിറ്റി മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം എന്നുള്ള കാര്യങ്ങളൊക്കെ അവർ അവിടെ ഡിസ്കസ് ചെയ്തിട്ട് ആ രീതിയിൽ കമ്പനീനെ ഗവേൺ ചെയ്ത് പോകണം, മാനേജ് ചെയ്ത് പോകണം. ഓക്കെ, അപ്പൊ എപ്പോഴാണ് ഇൻഫർമേഷൻ സെക്യൂരിറ്റി ഇംപ്ലിമെന്റ് ചെയ്യണം എന്നുള്ള ഒരു കാര്യം നമുക്ക് മനസ്സിലായി. ഇനി അടുത്ത് നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നതാണ് സൈബർ സെക്യൂരിറ്റി. ഞാൻ നേരത്തെ പറഞ്ഞു ഇൻഫർമേഷൻ സെക്യൂരിറ്റിയുടെ സബ്സെറ്റ് ആണ് സൈബർ സെക്യൂരിറ്റി. ഓക്കെ, ഇൻഫർമേഷൻ സെക്യൂരിറ്റി നമ്മൾ പറഞ്ഞു മൊത്തത്തിൽ ഡാറ്റാസുകളെ, എല്ലാത്തരം ഡാറ്റാസുകളെയും നമ്മൾ എന്ത് ചെയ്യണം, പ്രൊട്ടക്ട് ചെയ്യുക, അതിനുവേണ്ടി നമ്മൾ എടുക്കുന്ന പ്രാക്ടീസുകളൊക്കെയാണ് ഇൻഫർമേഷൻ സെക്യൂരിറ്റി എന്ന് പറഞ്ഞു. എന്നാൽ സൈബർ പ്ലാറ്റ്ഫോമുകൾ നമുക്കറിയാലോ, ഇന്റർനെറ്റ്, അതേപോലെ നമ്മൾ ഉപയോഗിക്കുന്ന അപ്ലിക്കേഷൻസ്, സൈബർ ഡിവൈസുകൾ, ഇങ്ങനെയുള്ള സൈബർ റിലേറ്റഡ് ആയിട്ടുള്ള ഡാറ്റാസുകളെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ പ്രൊട്ടക്ട് ചെയ്യാം. അതിന് നമ്മൾ എടുക്കുന്ന പ്രാക്ടീസ്, അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, സൈബർ സെക്യൂരിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ ഒരുപാട് ഡിഫറെന്റ് ടൈപ്പ് ഓഫ് അറ്റാക്കുകൾ ഉണ്ട്. സൈബർ റിലേറ്റഡ് ആയിട്ടുള്ള ഡാറ്റാസുകളെ ഹാക്ക് ചെയ്യാൻ വേണ്ടിയിട്ടോ സ്റ്റീൽ ചെയ്യാൻ വേണ്ടിയിട്ടോ അല്ലെങ്കിൽ അതിനെ ഡെസ്ട്രോയ്, നശിപ്പിച്ച് കളയാൻ വേണ്ടിയിട്ടോ ഒരുപാട് തരത്തിലുള്ള അറ്റാക്കുകൾ നടക്കുന്നുണ്ട്. ഈ അറ്റാക്കുകളിൽ നിന്നെല്ലാം നമ്മളുടെ സിസ്റ്റത്തിനെ, സൈബർ പ്ലാറ്റ്ഫോം അത് ഏതുമാവാം, നമ്മളുടെ ഡിവൈസ് ആവാം, നമ്മളുടെ ഇന്റർനെറ്റിലുള്ള നമ്മളുടെ അക്കൗണ്ടുകളാകാം, ഫേസ്ബുക്ക് പോലെയുള്ള അക്കൗണ്ടുകളാകാം, ഓക്കെ, ക്ലൗഡ് പ്ലാറ്റ്ഫോം ആവാം, സൈബറിലുള്ള ഏത് പ്ലാറ്റ്ഫോമും ആയിക്കോട്ടെ, ഏത് ടെക്നോളജി ആയിക്കോട്ടെ, വെബ് ആവാം, ഏതും ആയിക്കോട്ടെ, ഇതിലെല്ലാം നമ്മളുടെ ഡാറ്റാസിനെ പ്രൊട്ടക്ട് ചെയ്യാൻ നമ്മൾ എടുക്കുന്ന പ്രാക്ടീസിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, സൈബർ സെക്യൂരിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ മെയിൻലി നമ്മൾ എന്താ ചെയ്യുന്നത്, സൈബർ പ്ലാറ്റ്ഫോമുകൾ, നമ്മളൊരു മൊബൈൽ കമ്മ്യൂണിക്കേഷൻ ആവട്ടെ, മെയിൽ കമ്മ്യൂണിക്കേഷൻ ആവട്ടെ, നമ്മളുടെ കമ്പ്യൂട്ടർ ആവട്ടെ, ഓക്കെ, നമ്മൾ ഏതെങ്കിലും തരത്തിലുള്ള ഡാറ്റാബേസുകൾ, ക്ലൗഡോ, എന്ത് തരം നമ്മൾ സൈബർ പ്ലാറ്റ്ഫോംസ് യൂസ് ചെയ്തോട്ടെ, അതിലൂടെയൊക്കെ പോകുന്ന ഡാറ്റാസുകളെ പ്രൊട്ടക്ട് ചെയ്യാം. അതിന് നമ്മൾ എടുക്കുന്ന മുൻകരുതലുകൾ
മുൻകരുതലുകൾ, ഇതിനൊക്കെയാണ് നമ്മൾ എന്ത് പറയുന്നത്? സൈബർ സെക്യൂരിറ്റി എന്ന് പറയുന്നത്. ഇനി നമ്മൾ കൂടുതൽ കേട്ടിട്ടുള്ള ഒരു ടേം ആണ് ഹാക്കിംഗ്. നിങ്ങൾ ഈ സൈബർ സെക്യൂരിറ്റി അല്ലെങ്കിൽ ഇൻഫർമേഷൻ സെക്യൂരിറ്റി എന്നൊക്കെ കേൾക്കുന്നതിന് മുന്നേ കേട്ടിട്ടുള്ള ഒരു ടേം ആണ് ഹാക്കിംഗ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഹാക്കർ. ഓക്കെ, നമ്മളുടെയൊക്കെ മൈൻഡിൽ ഒരു ഹാക്കർ, ഒരു പിക്ചർ ഉണ്ടാകും. ഓക്കെ, ഒരു ബ്ലാക്ക് റൂം, ഒരു മാസ്ക്, ഇങ്ങനെയൊക്കെയുള്ള രീതിയിൽ ഒരു പിക്ചറൊക്കെ വരും ഈ ഹാക്കിംഗ് അല്ലെങ്കിൽ ഹാക്കർ എന്നുള്ള ടേം ഒക്കെ പറയുമ്പോൾ. ഓക്കെ, ശരിക്കും ആരാണ് ഹാക്കർ? ഹാക്കർ എന്ന് പറയുന്ന ഒരാൾ ഇല്ലീഗലാണ്, അങ്ങനെ കുറെ മിത്തുകൾ നമുക്കുണ്ട്. അത് നമ്മൾ ക്ലിയർ ചെയ്യാനുള്ള ഒരു ടൈമാണിത്. ഓക്കെ, ആരാണ് ഹാക്കിംഗ് അല്ലെങ്കിൽ ഹാക്കർ ആരാണ്? ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. ഹാക്കർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിത്തൗട്ട് പെർമിഷൻ ഇല്ലാതെ ഒരു സിസ്റ്റത്തിലേക്ക് എൻ്റർ ചെയ്യുന്ന ആളാണ് ഹാക്കിംഗ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ചെയ്യുന്ന ആളാണ് നമ്മൾ ഹാക്കർ എന്ന് പറയുന്നത്. ഓക്കെ, പെർമിഷൻ ഇല്ലാതെ ഒരു സിസ്റ്റത്തിലേക്ക് എൻ്റർ ചെയ്യുന്ന ആൾ, സിമ്പിൾ ആയിട്ട് അങ്ങനെയും പറയാം. ഒരു സിസ്റ്റത്തിലേക്ക് എൻ്റർ ചെയ്യുന്ന ആൾ നമുക്ക് ഹാക്കേഴ്സ് എന്ന് പറയാം. ഒരു സിസ്റ്റത്തിലേക്ക് ഒരാൾ എൻ്റർ ചെയ്യാം, അയാളുടെ ഇന്റൻഷൻ എന്തോ ആയിക്കോട്ടെ, അയാൾ ഒരു സിസ്റ്റത്തിലേക്ക് എൻ്റർ ചെയ്യുവാണ്. എങ്ങനെ? പെർമിഷൻ ഇല്ലാണ്ട്. ഓക്കെ, അപ്പോൾ പെർമിഷൻ ഇല്ലാണ്ട് നമ്മൾ ഒരു സിസ്റ്റത്തിലേക്ക് എൻ്റർ ചെയ്യുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഹാക്കിംഗ് എന്ന് പറയുന്നത്. ചെയ്യുന്ന ആളെയാണ് നമ്മൾ ഹാക്കർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ നല്ല ഇന്റൻഷനോട് കൂടി അല്ലെങ്കിൽ ബാഡ് ഇന്റൻഷൻ, ഗുഡ് ഇന്റൻഷൻ അല്ലെങ്കിൽ ബാഡ് ഇന്റൻഷൻ, ഏത് ഇന്റൻഷൻ ആയിക്കോട്ടെ, പെർമിഷൻ ഇല്ലാതെ അതിലേക്ക് അകത്ത് കയറി കഴിഞ്ഞാൽ അതിനെ നമ്മൾ എന്ത് പറയുന്നത്? ഹാക്കിംഗ് എന്ന് പറയും. അപ്പൊ ഇവിടെ എന്താണ് ഈ ഗുഡ് ഇന്റൻഷൻ, ബാഡ് ഇന്റൻഷൻ എന്നൊരു സംശയം ഉണ്ടാവും. പെർമിഷൻ ഇല്ലാതെ ആര് കയറിയാലും അത് ബാഡ് ഇന്റൻഷൻ തന്നെയല്ലേ? അതെങ്ങനെ ഗുഡ് ഇന്റൻഷൻ ആകും? മനസ്സിലാക്കി തരാം. നിങ്ങൾ സപ്പോസ് നിങ്ങൾ ആലോചിക്കുക, നമ്മളുടെ ഗവൺമെന്റ് ഏജൻസീസിന്റെ ഒരു മിസ്റ്റേക്ക് ഞാൻ എന്താണ് കാണിച്ചു കൊടുക്കുകയാണ്. ഗവൺമെന്റിന്റെ വെബ്സൈറ്റിൽ ഒരു പ്രശ്നമുണ്ട്. അപ്പൊ ഞാൻ എന്ത് ചെയ്യാണ്? ആ പ്രശ്നം ഗവൺമെന്റിന് കാണിച്ചു കൊടുക്കുകയാണ്. ഗവൺമെന്റ് എന്നെ ഏൽപ്പിച്ചിട്ടില്ല ഇങ്ങനെ പ്രശ്നം കണ്ടുപിടിക്കാൻ. അപ്പൊ ഞാൻ പെർമിഷൻ ഇല്ലാതെയാണ് ആ പണി ചെയ്തത്. പക്ഷെ ഞാൻ എന്താ ചെയ്തത്? ഫൈനലി ഞാൻ എന്താ ചെയ്തത്? ആ ഒരു കാര്യം കണ്ടുപിടിച്ചതിന് ശേഷം അത് ഗവൺമെന്റിനോട് പറഞ്ഞു കൊടുക്കുകയാണ് ചെയ്തത്. അതുപ്രകാരം ഗവൺമെന്റിന് എന്ത് ചെയ്യാം? അത് സെക്യൂർ ആക്കി വെച്ച് കഴിഞ്ഞാൽ മറ്റു ഹാക്കേഴ്സുകളിൽ നിന്ന് എൻ്റെ ഗവൺമെന്റ് സിസ്റ്റത്തിനെ പ്രൊട്ടക്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പൊ ആ സമയത്ത് ഞാൻ എന്തായി? ഗുഡ് ഇന്റൻഷൻ ആയി. ഓക്കെ, അപ്പൊ ചില സമയങ്ങളിൽ ഹാക്കിംഗ് ഗുഡ് ഇന്റൻഷനിൽ വരാറുണ്ട്, ബാഡ് ഇന്റൻഷനിലും വരാറുണ്ട്. ബാഡ് ഇന്റൻഷൻ എന്താണ്? നമ്മൾ മറ്റൊരാളുടെ ഡാറ്റ പെർമിഷൻ ഇല്ലാതെ അവരുടെ സിസ്റ്റത്തിൽ കയറിയിട്ട് ആദ്യത്തെ ഡാറ്റ എടുക്കുകയോ അല്ലെങ്കിൽ ആ സിസ്റ്റത്തിനെ ഡെസ്ട്രോയ് ചെയ്യുകയോ അങ്ങനെ എന്തെങ്കിലും നമ്മൾ ചെയ്യുക. ഓക്കെ, അത് ബാഡ് ഇന്റൻഷൻ. ഓക്കെ, അപ്പൊ ചുരുക്കി പറഞ്ഞാൽ ഹാക്കിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? അൺഓതറൈസ്ഡ് ആയിട്ട് ഒരു സിസ്റ്റത്തിലേക്ക് എൻ്റർ ചെയ്യാം, പെർമിഷൻ ഇല്ലാതെ ഒരു സിസ്റ്റത്തിലേക്ക് കയറാം. ഓക്കെ, അതൊരാളുടെ മൊബൈലിലേക്ക് ആക്സസ് എടുക്കുന്നതാവാം, അല്ലെങ്കിൽ അയാളുടെ സിസ്റ്റത്തിലേക്ക് ആക്സസ് എടുക്കുന്ന, അല്ലെങ്കിൽ അയാളുടെ ഫേസ്ബുക്കോ ഇൻസ്റ്റാഗ്രാം പോലെയുള്ള അക്കൗണ്ടുകളിലേക്ക്, അല്ലെങ്കിൽ കോളേജിന്റെ, നമുക്ക് എല്ലാവർക്കും കോളേജുകളിൽ വെബ്സൈറ്റുകളിൽ അക്കൗണ്ടുകളുണ്ട്. ഇപ്പം എല്ലാ കോളേജുകളിലും എന്ത് ചെയ്യുന്നുണ്ട്? സ്റ്റുഡൻസിന് ഓരോരോ അക്കൗണ്ടുകളുണ്ട്. അതുവഴി അവർക്ക് അവരുടെ അറ്റൻഡൻസും കാര്യങ്ങളൊക്കെ കാണാൻ പറ്റുന്നുണ്ട്. അങ്ങനെയുള്ള അക്കൗണ്ടുകളിലേക്കാവട്ടെ മറ്റൊരാൾ എന്ത് ചെയ്യുന്നു? പെർമിഷൻ ഇല്ലാതെ കയറുന്നു. ഓക്കെ, മറ്റൊരാളുടെ ഡാറ്റ നമ്മൾ കാണുന്നു. ഞാൻ എൻ്റെ അക്കൗണ്ടിലുള്ള ഡാറ്റ കാണുന്നതിന് പകരം എൻ്റെ ഫ്രണ്ടിന്റെ, അവന്റെ മാർക്ക് എത്രയെന്നുള്ളത് കാണുന്നു, അല്ലെങ്കിൽ അവന്റെ അറ്റൻഡൻസ് ഞാൻ ട്രൈ ചെയ്യുന്നു, അതിലേക്ക് ആക്സസ് എടുക്കുന്നു. അപ്പൊ അങ്ങനെയൊക്കെ ചെയ്യുന്നതൊക്കെ എന്താണ്? ഹാക്കിംഗ് ആണ്. ഒരു സിസ്റ്റത്തിലേക്ക് നമ്മൾ പെർമിഷൻ ഇല്ലാതെ അൺഓതറൈസ്ഡ് ആയിട്ട് ആ സിസ്റ്റത്തിലേക്ക് നമ്മൾ കയറുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഹാക്കിംഗ് എന്ന് പറയുന്നത്. അത് ഏതൊരു ഇന്റൻഷൻ ആവാം, നമ്മൾ ഗുഡ് ആവാം, ബാഡ് ഇന്റൻഷനിലും ആവാം. എന്തിനാണ് നമ്മൾ ഒരു സിസ്റ്റത്തിലേക്ക് ഇങ്ങനെ കയറുന്നുണ്ടാവുക? ഓക്കെ, ഹാക്കിംഗ് നമ്മൾ എന്തിനാണ് ചെയ്യുന്നുണ്ടാവുക? അതിൽ എന്തെങ്കിലും ഒരു ബെനിഫിറ്റ് നമുക്ക് ഉണ്ടാകും. ഒന്നെങ്കിൽ നമുക്ക് എന്തിനു വേണ്ടിയിട്ടായിരിക്കും? അവിടെയുള്ള ഡാറ്റാസുകൾ സ്റ്റീൽ ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കും. ഓക്കെ, അല്ലെങ്കിൽ നമ്മൾ എന്തിനാണ് ചെയ്യുന്നത്? അവിടെയുള്ള ഡാറ്റാസുകളെ നമുക്ക് ഡെസ്ട്രോയ് ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കും. അവിടെയുള്ള ഡാറ്റാസിനെ നമുക്ക് ഡിലീറ്റ് ചെയ്ത് കളയാൻ വേണ്ടിയിട്ടായിരിക്കും. അല്ലെങ്കിൽ ചില സമയങ്ങളിൽ നമ്മൾ റിവെഞ്ച് രൂപത്തിൽ ചെയ്യാറുണ്ട്. ഞാൻ എൻ്റെ കമ്പനിയിൽ നിന്ന് തന്നെ ഒരാവശ്യമില്ലാത്ത കാര്യത്തിന് എന്നെ പിരിച്ചുവിട്ടു. അപ്പൊ എനിക്ക് കമ്പനിയോട് കുറച്ച് ദേഷ്യമുണ്ട്. ഓക്കെ, അപ്പൊ ഞാൻ എന്ത് ചെയ്യുന്നു? അവരുടെ സിസ്റ്റത്തിലേക്ക് ഹാക്ക് ചെയ്ത് കയറിയിട്ട് അവിടെ എന്തെങ്കിലും ഒരു ആക്ടിവിറ്റി ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാം. അപ്പൊ ഇതൊക്കെ നമ്മൾ എന്താണ് പറയുന്നത്? ഹാക്കിംഗ് എന്ന് തന്നെയാണ് പറയുന്നത്. അപ്പൊ റിവെഞ്ച് രൂപത്തിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? റിവെഞ്ച് ഒരു പർപ്പസ് ആയിക്കൊണ്ട് നമുക്ക് ഹാക്കിംഗ് ചെയ്യാൻ പറ്റും. അപ്പൊ പല കാര്യങ്ങൾ കൊണ്ട് നമ്മൾ ഹാക്കിംഗ്, അല്ലെങ്കിൽ ഫിനാൻഷ്യൽ ഗെയിൻ, നമുക്ക് എന്താണ്? ബാങ്കിങ് അപ്ലിക്കേഷൻസോ അല്ലെങ്കിൽ ബാങ്കിങ് സൈറ്റുകളൊക്കെ ഹാക്ക് ചെയ്തുകൊണ്ടോ, അല്ലെങ്കിൽ മറ്റു ഫിനാൻഷ്യൽ കസ്റ്റമർ സൈറ്റുകളൊക്കെ, എന്താ പറയുക, എക്കണോമിക്സ്, നമ്മൾ ആമസോൺ, ഫ്ലിപ്കാർട്ട് പോലെയുള്ള ഇ കൊമേഴ്സ് പ്ലാറ്റ്ഫോമുകൾ, ഇതൊക്കെ നമ്മൾ എന്ത് ചെയ്യുന്നു? ഹാക്ക് ചെയ്യുന്നു. ഇത് എന്തിനു വേണ്ടിയിട്ടാണ്? ഫിനാൻഷ്യൽ ഗെയിനിന് വേണ്ടിയിട്ട് ഇങ്ങനെയുള്ള പ്ലാറ്റ്ഫോമുകൾ
ഹാക്ക് ചെയ്യാം. ഓക്കെ, പെർമിഷൻ ഇല്ലാതെ നമ്മൾ എന്ത് ചെയ്യുന്നു, ആ സിസ്റ്റം അവിടെ എന്തെങ്കിലുമൊക്കെ മാറ്റം വരുത്തിയിട്ട് അവിടെയുള്ള ഡാറ്റാസുകൾ ആക്സസ് ചെയ്യുന്നു, അല്ലെങ്കിൽ അവിടെ എന്തെങ്കിലും ഒരു ഓർഡർ പ്ലേസ് ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ ഇതിനൊക്കെ നമ്മൾ എന്താണ് പറയുന്നത്, ഹാക്കിംഗ് എന്ന് തന്നെയാണ് പറയുന്നത്. ഓക്കെ, ഇനി നമ്മൾ ഈ ഒരു സൈബർ സെക്യൂരിറ്റി ജേണിയിൽ ഒരുപാട് ടേമുകൾ നമ്മൾ കേൾക്കും. നമുക്കിനി ഒരുപാട് ഡെഫിനിഷൻ ഒക്കെ കൊടുക്കുന്ന സമയത്ത് ഈ ടേമുകൾ നമുക്ക് മനസ്സിലാക്കിയിരിക്കൽ നിർബന്ധമാണ്. എങ്കിൽ മാത്രമേ നമുക്ക് ആ ഒരു ഡെഫിനിഷൻസും കാര്യങ്ങളൊക്കെ പെട്ടെന്ന് മനസ്സിലാവുകയുള്ളൂ. ഓക്കെ, അപ്പോൾ നമ്മൾ സൈബർ സെക്യൂരിറ്റിയിൽ കോമൺലി വിളിക്കുന്നതാണ് വൾണറബിലിറ്റി എന്ന് പറയും. വൾണറബിലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീക്ക് പോയിന്റ് ഓഫ് എ സിസ്റ്റം. ഒരു സിസ്റ്റത്തിന്റെ വീക്ക് പോയിന്റ്സിനെ അല്ലെങ്കിൽ വീക്ക്നെസ്സിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, വൾണറബിലിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, ഒരു സിസ്റ്റത്തിൽ ഏതൊരാൾക്കും ഒരു വീക്ക് പോയിന്റ് ഉണ്ടാകും. ഈവൻ എനിക്ക് എൻ്റെതായ കുറച്ച് വീക്ക് പോയിന്റുകൾ ഉണ്ടാകും. അതേപോലെ നമ്മുടെ സിസ്റ്റങ്ങൾക്കും ഏതെങ്കിലും തരത്തിലുള്ള വീക്ക് പോയിന്റുകൾ ഉണ്ടാകും. അതിനെയാണ് നമ്മൾ ഇവിടെ വൾണറബിലിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ എന്താണെന്നുള്ളതൊക്കെ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്, വരും എക്സ്പ്ലനേഷനിലൊക്കെ അത് ഉണ്ടാകും. ദെൻ സീറോ ഡേ എന്നൊരു ടേം കാണും. സീറോ ഡേ വൾണറബിലിറ്റി, അല്ലെങ്കിൽ സീറോ ഡേ അറ്റാക്ക്, അല്ലെങ്കിൽ സീറോ ഡേ എക്സ്പ്ലോയിറ്റേഷൻ എന്നീ ടേമുകളൊക്കെ നിങ്ങൾ ഇനി കേൾക്കാൻ സാധ്യതയുണ്ട്. എന്താണ് സീറോ ഡേ? സീറോ ഡേ വൾണറബിലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുതിയ വൾണറബിലിറ്റി. നമ്മൾ പെട്ടെന്ന് ഒരു വൾണറബിലിറ്റി ഉണ്ടാവുക. അങ്ങനെ ഒരു വൾണറബിലിറ്റി വന്നു കഴിഞ്ഞാൽ ആ വൾണറബിലിറ്റി ഒരു സിസ്റ്റത്തിന്റെ വീക്ക് പോയിന്റ്, ഏതൊരു വീക്ക് പോയിന്റും നമ്മൾ എന്ത് ചെയ്യണം, പെട്ടെന്ന് സോൾവ് ചെയ്യണം. ഓക്കെ, അങ്ങനെ സോൾവ് ചെയ്യാത്തൊരു വീക്ക് പോയിന്റ് ഇന്നിപ്പോൾ ലോകത്തുള്ള എല്ലാ കമ്പ്യൂട്ടറിനെയും പെട്ടെന്ന് ഒരു വീക്ക് പോയിന്റ് എഫക്ട് ചെയ്തു. ഓക്കെ, പെട്ടെന്നൊരു വീക്ക് പോയിന്റ് എഫക്ട് ചെയ്തു, പക്ഷെ അത് ആരും സോൾവ് ചെയ്തിട്ടില്ല. നിങ്ങൾക്കറിയാലോ, നമ്മളുടെ വിൻഡോസിലൊക്കെ ഇങ്ങനെ ഒരു ഇഷ്യൂ ഉണ്ടായിരുന്നു. പെട്ടെന്നൊരു വൾണറബിലിറ്റി വന്നു, അത് ആർക്കും പെട്ടെന്ന് സോൾവ് ചെയ്യാൻ പറ്റിയില്ല. അപ്പൊ എന്താ സംഭവിച്ചത്, എല്ലാവരും അറ്റ് എ ടൈമിൽ അത് പലതരത്തിൽ ഇഷ്യൂ ആയത് നമ്മൾ കേട്ടതാണ്. എന്താണ്, എയർപോർട്ടുകളൊക്കെ സ്റ്റോപ്പായി, പല രീതിയിൽ ആ സമയത്ത് നമ്മൾ ബുദ്ധിമുട്ടി. അപ്പൊ അതുപോലെ തന്നെ പുതിയതായിട്ട് വരുന്ന വൾണറബിലിറ്റി അത് ആരും സോൾവ് ചെയ്തിട്ടില്ല, മുന്നേ ആരും അത് സോൾവ് ചെയ്തിട്ടില്ല. അങ്ങനെയുള്ള വൾണറബിലിറ്റീസിനെയാണ് നമ്മൾ സീറോ ഡേ വൾണറബിലിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ സീറോ ഡേ അറ്റാക്ക് അല്ലെങ്കിൽ എക്സ്പ്ലോയിറ്റേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സീറോ ഡേ വൾണറബിലിറ്റി യൂസ് ചെയ്തുകൊണ്ട് ഒരാൾ ആ സിസ്റ്റത്തിലേക്ക് ഹാക്ക് ചെയ്ത് കയറുക, അല്ലെങ്കിൽ ആ സിസ്റ്റത്തിന്റെ ഉള്ളിലേക്ക് നിന്ന് ഡാറ്റാസുകൾ എടുക്കുക, അതിനെയൊക്കെയാണ് നമ്മൾ എന്ത് പറയുന്നത്, സീറോ ഡേ എക്സ്പ്ലോയിറ്റേഷൻ അല്ലെങ്കിൽ സീറോ ഡേ അറ്റാക്ക് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ സീറോ ഡേ എന്നുള്ള ടേം യൂസ് ചെയ്യുന്നത് എന്താണ്, ന്യൂലി ഡിസ്കവേർഡ് വൾണറബിലിറ്റി. അത് എക്സ്പ്ലോയിറ്റ് ചെയ്യുന്നതിന് സീറോ ഡേ എക്സ്പ്ലോയിറ്റേഷൻ എന്ന് പറയും. ഓക്കെ, പിന്നീട് നമ്മൾ കേൾക്കുന്ന മറ്റൊരു വാക്കാണ് ത്രെഡ് എന്ന് പറയുന്നത്. ഓക്കെ, ത്രെഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നമ്മൾക്കറിയാലോ, ഇന്ത്യയെ സംബന്ധിച്ചോളം പാകിസ്ഥാൻ ഒരു ത്രെഡാണ്, അല്ലെങ്കിൽ ചൈന ഒരു ത്രെഡാണ് എന്ന് പറയുന്നതാണ് ഭീഷണി. ഇന്ത്യയെ സംബന്ധിച്ച് അവരൊരു ഭീഷണിയാണ്. ഏത് സമയത്തും അവർ ഏതെങ്കിലും തരത്തിൽ വെടിനിർത്തലൊക്കെ പ്രഖ്യാപിച്ചാലും അവർ ചിലപ്പോൾ വെടിവെക്കാനുള്ള സാധ്യതയുണ്ട്. ഓക്കെ, അങ്ങനെ അവർ അതേപോലെ ഏതെങ്കിലും തരത്തിലുള്ള ഭീകരവാദ പ്രവർത്തനങ്ങൾ, ടെററിസ്റ്റ് ആക്ടിവിറ്റീസ് ഒക്കെ അവർ ഇനിയും ചെയ്യാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും, ആ ഒരു ഭീഷണി മുൻനിർത്തിക്കൊണ്ട് നമ്മൾ അവിടെ കുറെ പട്ടാളക്കാരും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ടാവും, അതേപോലെ അവരും വെച്ചിട്ടുണ്ടാവും. ഓക്കെ, അപ്പൊ നമ്മൾ നമ്മുടെ കമ്പനിയിൽ എഫക്ട് ചെയ്യാൻ സാധ്യതയുള്ള, അല്ലെങ്കിൽ നമ്മുടെ കമ്പനിയെ നശിപ്പിക്കാൻ സാധ്യതയുള്ള, അല്ലെങ്കിൽ നമ്മുടെ കമ്പനിയെ അല്ലെങ്കിൽ നമ്മുടെ ഡിവൈസിനെ, നമ്മൾ ഈ കമ്പനി എന്നൊക്കെ പറയുന്നത് സിസ്റ്റം, ഡിവൈസ് ഏതും ആവാം, നമ്മുടെ മൊബൈൽ ഡിവൈസ് ആവാം, അല്ലെങ്കിൽ നമ്മുടെ വെബ് പ്ലാറ്റ്ഫോം ആവാം, നമ്മളുടെ ക്ലൗഡ് പ്ലാറ്റ്ഫോം ആവാം, ഏത് പ്ലാറ്റ്ഫോമും ആവാം. ഓക്കെ, അപ്പൊ ഈ പറയുന്ന പ്ലാറ്റ്ഫോമുകളിലെ വരാൻ സാധ്യതയുള്ള ഭീഷണികളെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ത്രെഡ് എന്ന് പറയുന്നത്. ഓക്കെ, ഒരു മൊബൈലിനെ സംബന്ധിച്ചോളം ആ മൊബൈൽ ഞാനല്ലാതെ വേറൊരാൾ എടുക്കാനുള്ള സാധ്യതയുണ്ട്, അതൊരു ത്രെഡാണ്. ഓക്കെ, ഞാനല്ലാതെ വേറൊരാൾ ആ മൊബൈൽ ഞാൻ ചാർജ് ചെയ്ത് എപ്പോഴും എനിക്കത് നോക്കിയിരിക്കാൻ പറ്റില്ല, ഞാൻ അവിടെ നിന്ന് മാറി നിൽക്കും. ആ സമയത്ത് വേറൊരാൾ വന്നിട്ട് ചിലപ്പോൾ ആ മൊബൈൽ യൂസ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്, അതൊരു മൊബൈലിനെ സംബന്ധിച്ച് ഒരു ത്രെഡാണ്, അത് മൊബൈലിനെ എഫക്ട് ചെയ്യും. ഓക്കെ, അപ്പൊ ഇതിനെങ്ങനെയുള്ള ടൈമാണ് നമ്മൾ ത്രെഡ് എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ അത് എന്തിനു വേണ്ടിയിട്ടാണ് ഈ ത്രെഡ്, ഇവിടെ നമ്മൾ സൈബർ സെക്യൂരിറ്റിയിൽ ത്രെഡ് പറയുന്നത് എന്തിനാണ്, ഏതെങ്കിലും തരത്തിൽ നമ്മുടെ CIA ട്രയാഡിനെ അത് എഫക്ട് ചെയ്യും, കോൺഫിഡൻഷ്യാലിറ്റി, ഇന്റഗ്രിറ്റി, അവൈലബിലിറ്റിയെ ഏതെങ്കിലും തരത്തിൽ അത് എഫക്ട് ചെയ്യും. അങ്ങനെ വരുന്ന ഭീഷണികളാണ് നമ്മളിവിടെ ത്രെഡ് എന്ന് പറയുന്നത്. ഇനി അടുത്തൊരു ടേമാണ് എക്സ്പ്ലോയിറ്റ്. നമ്മൾ മനസ്സിലാവുന്ന രീതിയിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഹാക്കിംഗ്. ഓക്കെ, എക്സ്പ്ലോയിറ്റ് അല്ലെങ്കിൽ എക്സ്പ്ലോയിറ്റേഷൻ എന്ന് പറയുന്നത്, നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ ഒരു സിസ്റ്റത്തിന് ഒരു വീക്ക് പോയിന്റ് ഉണ്ട് എന്ന് പറഞ്ഞല്ലോ, ഏതൊരാൾക്കും ഒരു വീക്ക് പോയിന്റ് ഉണ്ട് എന്ന് നമ്മൾ നേരത്തെ എക്സ്പ്ലെയിൻ ചെയ്തു. ആ വീക്ക് പോയിന്റ് യൂസ് ചെയ്തുകൊണ്ട് ഒരാൾ എന്ത് ചെയ്തു, ആ സിസ്റ്റത്തിലേക്ക് എൻ്റർ ചെയ്തു.
ആ പ്രോസസ്സിനെയാണ് നമ്മൾ എക്സ്പ്ലോയിറ്റേഷൻ എന്ന് പറയുന്നത്. ചിലപ്പോൾ അത് എൻ്റർ ചെയ്യുന്നതാവാം, ചിലപ്പോൾ അവിടെയുള്ള ഒരു ഡാറ്റ ഇങ്ങോട്ട് റീഡ് ചെയ്തെടുക്കുന്ന ഒരു വൾണറബിലിറ്റി നമ്മൾ കണ്ടു, ഒരു വീക്ക് പോയിന്റ് നമ്മൾ കണ്ടു, അതുവഴി ചിലപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, അവിടെ നിന്നുള്ള ഡാറ്റാസുകൾ റീഡ് ചെയ്തെടുക്കുന്നതാവാം. അതൊക്കെ നമ്മൾ എന്താ പറയുന്നത്, എക്സ്പ്ലോയിറ്റ് എന്നൊരു ടൈമിലാണ് പറയുന്നത്. ഓക്കെ, നമ്മൾ സൈബർ സെക്യൂരിറ്റിയിൽ നമ്മൾ ഈ എക്സ്പ്ലോയിറ്റേഷൻ ഇത് നടത്തുന്നത് ഒരുപാട് കോഡുകളൊക്കെ യൂസ് ചെയ്തിട്ടാവും, ചെറിയ ചെറിയ മലീഷ്യസ് കോഡുകളൊക്കെ യൂസ് ചെയ്തിട്ടാവും. അതിനെയാണ് നമ്മൾ പേലോഡ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ എക്സ്പ്ലോയിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആ ഒരു വൾണറബിലിറ്റി നമ്മൾ പറഞ്ഞു, ഒരു വീടാണെന്നുണ്ടെങ്കിൽ ആ വീടിന് എന്തുണ്ട്, ജനല പ്ലെയിൻ ആയിട്ടാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പുറത്തുള്ളത് നമുക്ക് ട്രാൻസ്പെറന്റ് ആണ്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, ആ വീടിന്റെ അകത്ത് നടക്കുന്ന കാര്യങ്ങളൊക്കെ നമുക്ക് പുറത്തു നിന്ന് കാണാൻ പറ്റും. ഓക്കെ, അപ്പൊ അവിടെ എന്താണ്, അവിടെ ഒരു വൾണറബിലിറ്റി ഉണ്ടായിരുന്നു. എന്താണ്, ആ വീട്ടിലെ ഗ്ലാസ് നല്ല എന്താണ് പ്യുവർ വൈറ്റ് ആണ്, നമുക്ക് അത് കറക്റ്റ് പുറത്തോട്ട് നമുക്ക് അകത്തോട്ട് കാണാൻ പറ്റും, ട്രാൻസ്പെറന്റ് ആണ്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അകത്തു നിന്നുള്ള കാഴ്ചകളൊക്കെ നമുക്ക് പുറത്തുനിന്ന് കാണാൻ പറ്റും. അപ്പൊ അത് ഒരു കണക്കിൽ അതെന്താണ്, ആ വീടിലെ ഒരു വൾണറബിലിറ്റി ആണ് ആ ഒരു വിൻഡോ എന്ന് പറയുന്നത്. അപ്പൊ അതുവഴി നമുക്ക് ആ വീടിന്റെ ഉള്ളിൽ നടക്കുന്ന കാര്യങ്ങളൊക്കെ കാണാൻ പറ്റും. ഓക്കെ, അപ്പൊ നമുക്ക് എന്താണ് അവിടെ നമ്മൾ എക്സ്പ്ലോയിറ്റേഷൻ, അവിടെ ആ വീട്ടിലെ ആ ജനൽ എന്ന് പറയുന്നത് ഒരു വൾണറബിലിറ്റി ആണ്. അതുവഴി നമുക്ക് അവിടെയുള്ള ഡാറ്റാസുകൾ, അവിടെ ഉള്ളിൽ നടക്കുന്ന കാര്യങ്ങൾ നമുക്ക് കാണാൻ പറ്റുന്നുണ്ടെങ്കിൽ അതെന്താണ്, എക്സ്പ്ലോയിറ്റ് ആണ്. ഓക്കെ, നമ്മൾ ഇനി ഒരു മൊബൈലിന്റെ ഡിവൈസിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ആ മൊബൈൽ ഡിവൈസിൽ ഒരു പഴയ ഒരു അപ്ലിക്കേഷൻ ഉണ്ടായിരുന്നു, അത്ര അപ്ഡേറ്റ് ചെയ്യാത്ത, പാച്ച് ചെയ്യാത്ത, നമ്മൾ ഈ വൾണറബിലിറ്റികളെ സോൾവ് ചെയ്യാത്തതിനെയാണ് നമ്മൾ പാച്ച് ചെയ്യാത്തത് എന്ന് പറയുന്നത്. സോൾവ് ചെയ്യാന്ന് പറയുമ്പോൾ പാച്ച് ചെയ്തത്. ഓക്കെ, അപ്പൊ പാച്ചിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതാണ്, ഒരു വൾണറബിലിറ്റി ഉണ്ട്, ആ വൾണറബിലിറ്റി നമ്മൾ സോൾവ് ചെയ്യുന്നതിനെ, ഒരു വീക്ക് പോയിന്റ് നമ്മൾ കണ്ടുപിടിച്ചു, നേരത്തെ പറഞ്ഞ വിൻഡോ ആണെന്നുണ്ടെങ്കിൽ ആ വിൻഡോ നമ്മൾ മാറ്റി ട്രാൻസ്പെറന്റ് അല്ലാത്ത ഒരു വിൻഡോ വെച്ചു. ഓക്കെ, അപ്പൊ അതെന്താണ്, പാച്ച് ചെയ്തതാണ്. ഓക്കെ, അപ്പോൾ പാച്ച് ചെയ്യാത്തത് എന്ന് പറയുമ്പോൾ